الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 29ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون. قل നബിയെ അങ്ങ് പറയുക, അമറ റബ്ബി എൻ്റെ നാഥൻ കൽപ്പിച്ചിട്ടുണ്ട്, ബിൽ ഖിസ്തി നീതിയും ന്യായവും, വഖീമു വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുക, ഇൻദ കുല്ലി മസ്ജിദിൻ എല്ലാ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലും. മസ്ജിദിന് പള്ളി എന്ന് അർത്ഥമുണ്ട്. വദുഉഹു നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കുക, മുഖ്ലിസീന ലഹു അദ്ദീൻ മുഖ്ലിസീന നിഷ്കളങ്കരായി, ലഹു അവനായിരിക്കണം അദ്ദീന വിധേയത്വം അല്ലെങ്കിൽ അനുസരണം അള്ളാഹുവിനാക്കിക്കൊണ്ട്, ദീൻ അള്ളാഹുവിനാക്കിക്കൊണ്ട് നിഷ്കളങ്കരായി നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ അർത്ഥം പറയാം. കുൽ നബിയെ അങ്ങ് പറയുക, അമറ റബ്ബി എൻ്റെ നാഥൻ, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചിരിക്കുന്നു, ബിൽ ഖിസ്തി നീതിയും ന്യായവും. ഖിസ്ത് എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ സൂറത്തു നിസായിൽ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് നിസായിലെ 135 ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി സൂറത്തു മാഇദയിലും പഠിച്ചിട്ടുണ്ട്. വഖീമു വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ നേരെ നിർത്തുക, ഇൻദ കുല്ലി മസ്ജിദിൻ എല്ലാ പ്രണാമവേളകളിലും, എല്ലാ സുജൂദ് ചെയ്യുന്ന സന്ദർഭങ്ങളിലും, വദുഊഹു നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കുക, മുഖ്ലിസീന ആത്മാർത്ഥതയുള്ളവരായിട്ട് അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ട്, ലഹു അവനായിരിക്കണം അദ്ദീൻ സമർപ്പണം, വിധേയത്വം, അനുസരണം, മതം എന്നും നമ്മളതിനർത്ഥം പറയാറുണ്ട്. വദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ അനുസരണം അല്ലെങ്കിൽ സമർപ്പണം, ദീൻ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കമാ ബദഅക്കും നിങ്ങളെ അവൻ സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ തഊദൂൻ നിങ്ങൾ മടങ്ങും. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. ഖിസ്താണ് എൻ്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സൂറത്തു നഹലിലെ 90ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല കൽപ്പിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത്. ഇതിൻ്റെ മുമ്പ് പറഞ്ഞു വന്നിരുന്നത്, പിശാചിൻ്റെ പ്രേരണക്ക് അടിപ്പെട്ട് ആദം അലൈഹിസ്സലാമയും ഹവ്വയും വിലക്കപ്പെട്ട കനി തിന്നുകയും അവരുടെ നഗ്നത അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അഥവാ തെറ്റിനോടുള്ള ഒരു പ്രവണത, തെറ്റിൻ്റെ ഒരു പ്രവണത അവരിൽ പ്രത്യക്ഷമായി എന്നാണ് അതിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം. പാപപ്രവണത മനുഷ്യനിലുണ്ടായി. ഈ പാപപ്രവണത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പിശാചിൻ്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ടാണ്. അള്ളാഹു ആകട്ടെ കൽപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മ്ലേച്ഛവൃത്തികളല്ല എന്ന് നമ്മൾ വൈദാ ഫഅലു ഫാഹിഷത്തൻ ഖാലു വജദ്നാ അലൈഹ ആബാനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ, യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഇത്തരം മ്ലേച്ഛവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇ അല്ലാഹു തആല മ്ലേച്ഛവൃത്തികൾ കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു തൻ്റെ നയം വ്യക്തമാക്കി, തൻ്റെ ഭാഗം അള്ളാഹു തആല വ്യക്തമാക്കി. അള്ളാഹു അങ്ങനെ കൽപ്പിക്കുന്നവനല്ല.
എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അമറ റബ്ബി ബിൽ ഖിസ്ത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ റബ്ബ് ഖിസ്താണ് കൽപ്പിക്കുന്നത്. ഖിസ്ത് എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനം വിശദീകരണം പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നീതി എന്ന് സാധാരണഗതിയിൽ അർത്ഥം പറയുമെങ്കിലും നീതിക്ക് ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് അദല് എന്ന്. അദല്. അപ്പോൾ ഖിസ്ത് എന്ന് പറയുന്നത് നീതിയും ന്യായവും പുണ്യവും നന്മയും അവകാശവും അർഹതയും ഇഹ്സാൻ ഗുണവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പദമാണ് ഖിസ്ത്. നീതി മാത്രമല്ല, ഇതെല്ലാം കൂടി അതിൽ വരണം എന്നാണ്. അതുകൊണ്ടാണ് നീതിയും ന്യായവും മിതത്വവും. ഇത് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ച് അതിൽ അദല് വരും, ബിർറ് വരും, പുണ്യം, അതിൽ ഖൈറുണ്ടായിരിക്കും, ഹക്ക് അർഹതയും അവകാശവും പരിഗണിക്കപ്പെടും, ഇഹ്സാൻ ഒരു നന്മ അതും ഉള്ളതാണ്, അതും കൂടി ഉൾപ്പെടുന്ന ഒരു വാക്കാണ് ഖിസ്ത്. അപ്പം എൻ്റെ നാഥൻ കൽപ്പിക്കുന്നത് ന്യായവും നീതിയും പുണ്യവും നന്മയും അവകാശവും, മനുഷ്യൻ്റെ അവകാശവും മനുഷ്യൻ്റെ അർഹതയും മനുഷ്യൻ്റെ നന്മയും ആകുന്നു എന്നാണ് അമർ റബ്ബി ബിൽ ഖിസ്ത്. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് കൽപ്പിക്കുക. അതാണ് അമറ റബ്ബി ബിൽ ഖിസ്ത്. എൻ്റെ നാഥൻ നീതി കൽപ്പിക്കുന്നു എന്ന് വാക്കർത്ഥം പറയുമെങ്കിലും ന്യായവും നീതിയും കൽപ്പിക്കുന്നു എന്നും അതിനർത്ഥം അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അമറ റബ്ബി ബിൽ ഖിസ്ത് എന്നുള്ളതിന് കേവലമായൊരു നീതി നടപ്പാവുക എന്നുള്ളതിനപ്പുറം മനുഷ്യൻ്റെ നന്മക്കും ക്ഷേമത്തിനും ഇഹത്തിലും പരത്തിലും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത്തരം കാര്യങ്ങളാണ് എൻ്റെ റബ്ബ് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നബിയെ താങ്കൾ അവരോട് പറയുക എന്നാണ് അതിനർത്ഥം. ഇത് നമ്മൾ സൂറത്തു നിസായിലെ 135-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു പോയൊരു വാക്കാണ്. ഇതാണ് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. അത് 100-ാമത്തെ പേജിൻ്റെ ഏറ്റവും മുകളിലത്തെ ആയത്താണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക നമ്മൾ അർത്ഥം പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി മാത്രമല്ല മുഅ്മിനുകൾ നിലകൊള്ളുക. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, അതോടൊപ്പം അവർ നന്മക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ പുണ്യത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് ഖിസ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യാപകമായ അതിനർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യം സൂറത്ത് മാഇദയിലെ 8-ാമത്തെ ആയത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാഇദയിലെ 8-ാമത്തെ ആയത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞ പദം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, നിസായിൽ പറഞ്ഞ 135-ൽ പറഞ്ഞതിൻ്റെ പദം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ശുഹദാ ലില്ലാഹി ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാകണം. അവിടെയും നീതി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഖിസ്ത് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ വിവരണവുമാണ്. അപ്പോൾ അമറ റബ്ബി ബിൽ ഖിസ്ത് എന്ന് ഇവിടെ സൂറത്ത് അഅറാഫിലെ 39-ൽ പറയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഖിസ്ത് എന്ന വാക്കിന് പുണ്യമെന്നും നന്മ എന്നും ധർമ്മമെന്നും ഖൈറെന്നും നീതി എന്നും ഒക്കെ കൂടിയ വളരെ വ്യാപകമായ ഒരു അർത്ഥതലം അതിനുണ്ട് എന്ന കാര്യം. അപ്പോൾ അഖീമു വുജൂഹക്കും, ഇഖാമത്ത്, അഖീമു സ്വലാത്ത നമ്മൾ പഠിച്ചിട്ടുള്ളൊരു വാക്കാണ് അഖീമു സ്വലാ. അഖീമു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ നേരെ നിർത്തുക. ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ മസ്ജിദിൻ്റെ സന്ദർഭത്തിലും. മസ്ജിദ് എന്നുള്ളതിന് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് വാക്കിനർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പള്ളി, മസ്ജിദിന് പള്ളി നമ്മൾ സാധാരണ അർത്ഥം. നമസ്കാരം നിർവഹിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് സുജൂദ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഇവിടെ മസ്ജിദ് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥ പ്രകാരം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് വ്യാഖ്യാനം എന്ന് അതിൻ്റെ തഫ്സീറുകളിലൊക്കെ കാണാൻ പറ്റും. സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലും ആ സ്ഥലങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ നേരെ നിർത്തുക. ഈ നേരെ നിർത്തുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ പൊരുത്തമായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശ്യം എന്നാണ്. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ,
എല്ലാ പ്രണാമവേളകളിലും അള്ളാഹുവിന് നിങ്ങൾ ആരാധനകൾ ചെയ്യുന്ന വേളകളിലൊക്കെയും ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതാണ് ഈ ലക്ഷ്യമാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുക എന്നൊരാശയം അതിൽ നിന്ന് കിട്ടും. ഇവിടെ നേരത്തെ പറഞ്ഞ മുശ്രിക്കുകളുടെ ആരാധനാ രീതികൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരുന്നില്ല. അവർ പലപ്പോഴും ലക്ഷ്യമാക്കുന്നത് അവരുടെ ബിംബങ്ങളെ, അവരുടെ പ്രതിമകളെ, അവരുടെ ആരാധനാ മൂർത്തികളൊക്കെ ആയിരിക്കും. അത് വിട്ടുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രണാമവേളകളിലും, എല്ലാ ആരാധനാ വേളകളിലും, എല്ലാ പള്ളികളിലും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം നിലനിൽക്കേണ്ടത്. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ മുഖത്തെ നിലനിർത്തേണ്ടത്. മുഖത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചു കൊണ്ടുള്ളതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മുഖത്തെ നേരെ നിർത്തുക എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ വളവും ചിരിവും ചെരിവും ഒക്കെ മാറ്റുക എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ഉദ്ദേശ്യത്തെ അള്ളാഹുവിനോട് മാത്രം ബന്ധപ്പെടുത്തുക എന്നാണ്. ഇത് സൂറത്തു ജിന്നിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട്. പള്ളികളൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും തേടാനും പാടില്ല. അപ്പോൾ ആരാധനാ കർമ്മങ്ങളുടെ മുഴുവനും ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവുമായിരിക്കണം. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ നേരെ നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും കാക്ഷിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ ആരാധനകളൊക്കെയും. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് മസാജിദ, ഈ സുജൂദ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമസ്കാരം അടക്കം ഉൾപ്പെടുന്ന എല്ലാ കാര്യവുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വദ്ഉഹു, നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അവനോട് തേടണം. വദ്ഉ, നിങ്ങൾ ദുആ ചെയ്യണം. ഹു, അവനോട്. മുഖ്ലിസീന, മുഖ്ലിസ് ഇഖ്ലാസ് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കമായ. ലഹു, അവനായിരിക്കണം അദ്ദീനു, ദീൻ അവന് വിധേയമാക്കിക്കൊണ്ട്. അഥവാ വിധേയത്വം, നമുക്ക് ആരോടാ വിധേയത്വമുള്ളത്? നമുക്കത് അള്ളാഹുവിനോടാണ്. അപ്പോൾ നമ്മൾ പരസ്പരമുള്ള വിധേയത്വവും സ്നേഹമൊക്കെ അത് അള്ളാഹുവിൻ്റെ വിധേയത്വത്തിനും അള്ളാഹുവിനോടുള്ള അനുസരണത്തിനും വിധേയമായിക്കൊണ്ട് മാത്രമായിരിക്കും. അതിനെതിരെ നമ്മൾ ആളുകൾക്ക് വിധേയരാവുകയില്ല. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ഇതാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹുവിനെ എതിർത്തുകൊണ്ട്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിയെയും മനുഷ്യൻ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങളുടെ ദീന് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് മാത്രം നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കമാ ബദഅക്കും, അവൻ നിങ്ങളെ ആരംഭിച്ചതുപോലെ. എങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് അതിൻ്റെ അർത്ഥം സൃഷ്ടികർമ്മം ആരംഭിച്ചു. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആദ്യമായി സൃഷ്ടിച്ചത്. ആദ്യമായി അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. അതേപോലെ നിങ്ങളെ അവൻ തിരികെ അവനിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയും ചെയ്യും. ആദ്യം നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. അതാണ് കമാ ബദഅക്കും, അവൻ നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതുപോലെ തഊദൂന, നിങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുൽ, നബിയെ താങ്കൾ പറയുക, അമറ റബ്ബി ബിൽ ഖിസ്ത്, എൻ്റെ നാഥൻ ഖിസ്താണ് കൽപ്പിച്ചിരിക്കുന്നത്. ഖിസ്ത് എന്നാൽ നീതിയും ന്യായവും പുണ്യവും ധർമ്മവും അവകാശവും എല്ലാം അതിലുൾപ്പെടും. അതാണ് എൻ്റെ നാഥൻ കൽപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ദീനാണ്, അത്തരത്തിലാണ് മനുഷ്യർക്ക് അവൻ ദീൻ നൽകിയിരിക്കുന്നത്. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പ്രണാമവേളകളിലും എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ നേരെ നിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടവും പൊരുത്തവും ആയിരിക്കരുത്. വദ്ഉഹു, നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കണം. മുഖ്ലിസീന, നിഷ്കളങ്കരായിക്കൊണ്ട്, കളങ്കമില്ലാത്തവരായിക്കൊണ്ട്. ലഹു അദ്ദീൻ, ദീനിനെ അവന് മാത്രം കളങ്കമില്ലാത്തതായി സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കണം. കമാ ബദഅക്കും,
ആദ്യം നിങ്ങളെ ആരംഭിച്ചതുപോലെ, ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം നിർവഹിച്ചതുപോലെ തന്നെ, കമാ തഊദുൻ, അത് അവൻ്റെ അടുക്കൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ അവനിലേക്ക് മടങ്ങും. കമാ ബദഅക്കും, അവൻ നിങ്ങളെ തുടങ്ങിയതുപോലെ, തഊദൂൻ, നിങ്ങൾ അവനിലേക്ക് ഒടുങ്ങുകയും ചെയ്യും, അവനിലേക്ക് മടങ്ങുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഖിസ്ത് നിലനിർത്തുകയും നമ്മുടെ മുഖങ്ങളെ അള്ളാഹുവിലേക്ക് നേർക്കുനേരെ നിർത്തുകയും അവനോട് മുഖ്ലിസീങ്ങളായിക്കൊണ്ട് ദീൻ അവനെ മാത്രം ആക്കിക്കൊണ്ട് അവനോട് ദുആ ചെയ്യുകയും അവൻ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വദഹാബ ഹുസ്നിന വജലാഅ ഹമ്മിന വഗമ്മിന യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. الحمد لله.